പാകിസ്ഥാന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി വിവിധ പാക് നഗരങ്ങളിൽ ഇന്ത്യൻ ഡ്രോൺ ആക്രമണത്തിൽ 4 പാക് സൈനികർക്ക് പരിക്കേറ്റെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു. ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി നഗരങ്ങളിൽ സ്ഫോടനമുണ്ടായതായും പാകിസ്ഥാൻ വ്യക്തമാക്കി. ഷമ്മി പ്രഭാകർ ചേരുകയാണ് വിവരങ്ങളുമായി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഷമ്മി, കനത്ത പ്രഹാരം പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യം നൽകുകയാണ്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം. പാകിസ്ഥാന് അപ്രതീക്ഷിതമായി ഉണ്ടായ അടി അതേത് തരത്തിലാണ്? അസിത, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വളരെ വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം പാകിസ്ഥാനുണ്ടായി. നമ്മൾ ആ കാര്യത്തിൽ ഒരു പ്രത്യേകമായ നിഷ്കർഷ പുലർത്തിയിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. അതിന് മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. റഫേൽ യുദ്ധവിമാനങ്ങൾ അടക്കം അതിനായി ഉപയോഗിച്ചു. അപ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് നമ്മളുടെ ഒരു തിരിച്ചടി അവസാനിപ്പിക്കും എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. വളരെ ശക്തമായി ഡ്രോൺ ആക്രമണത്തിലൂടെ വളരെ ശക്തമായ തിരിച്ചടി തന്നെ പാകിസ്ഥാന് വീണ്ടും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിൽ ഏതാണ്ട് 25 ഇന്ത്യൻ ഡ്രോണുകൾ, ഇസ്രയേലിൽ നിർമ്മിച്ച ഡ്രോണുകളാണ് ഇന്ത്യ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്. അത് വളരെ വലിയ നാശനഷ്ടം അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന സൂചന. അവരുടെ ഡിഫൻസ് സിസ്റ്റം, പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. റാവൽപിണ്ടിയിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം തകർന്നിരിക്കുന്നു. അതുപോലെ തന്നെ കറാച്ചിയിലെ ഒരു മിലിറ്ററി കേന്ദ്രത്തിൽ ആക്രമണമുണ്ടായി. അവിടെ 4 സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചു. പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് ഇക്കാര്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നത്. 12 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് ഈ ചൗധരി പറയുമ്പോൾ മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 25 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പരിധിയിൽ പെടാത്ത, അല്ലെങ്കിൽ അതിൻ്റെ കണ്ണിൽ പെടാത്ത വേറെയും ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായി തന്നെ നമ്മളുടെ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് പല സ്ഥലങ്ങളിലും ഈ ഡ്രോണുകളെ കണ്ടെത്താനോ അതിനെ അടിച്ചിടാനോ കഴിഞ്ഞിട്ടില്ല. അത്തരം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ലാഹോർ, അട്ടോക്ക്, ഗുജ്റാൻവാല, ചെക്വാൾ, റാവൽപിണ്ടി, ഭവൽപൂർ, മ്യാനോ, കറാച്ചിക്ക് സമീപമുള്ള ചോർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ ലാഹോറിലെ മിലിറ്ററി കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിലായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഡിഫൻസ് സിസ്റ്റം തകർന്നിട്ടുള്ളത് എന്ന അങ്ങനെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെ കൃത്യമായി കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാനും പാകിസ്ഥാന് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഈ ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായി തന്നെ അതിനെ കാണേണ്ടതേ. അല്ലെങ്കിൽ തന്നെ ഈ നിലയിൽ ഇന്ത്യ തൊടുക്കുന്ന ആയുധങ്ങളെ ഒന്നും, അത് ഏത് നിലയിലാണെങ്കിൽ പോലും അതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനോ പ്രതിരോധിക്കാനോ കഴിയാത്തൊരു സംവിധാനത്തിലേക്ക് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർക്കാൻ കൂടി ഇന്ത്യക്കായിരിക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ സേനയ്ക്ക് എത്ര വലിയ നേട്ടമായി മാറുന്നുണ്ട്? തീർച്ചയായും വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ്. ഇപ്പോൾ അസിത, നമുക്കറിയാം ഈ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷം 15ാമത്തെ ദിവസമാണ് നമ്മൾ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നത്. ഈ 15 ദിവസവും ഇന്ത്യ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. വളരെ കൃത്യമായ പ്ലാനിങ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഏത് തലത്തിൽ ഇവരെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ എല്ലാ തലത്തിലും പ്രധാനമന്ത്രി തൊട്ട് ഇന്ത്യയുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഒക്കെ തന്നെ വളരെ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിലാണ് നമ്മൾ ഇന്നലെ അവരുടെ 9 കേന്ദ്രങ്ങളിൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഭീകരവാദികളായിട്ടുള്ള 100 പേർ മരിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. 100 പേർ മരിച്ചു എന്ന് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാർ മരിച്ചു എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ, ജെയ്ഷെ മുഹമ്മദിൻ്റെ ആയാലും ലഷ്കർ ഇ തൊയ്ബയുടെ ആയാലും പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പക്ഷേ നമ്മൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം പഹൽഗാമിൽ നമ്മൾക്ക് നഷ്ടമായത് വളരെ സാധാരണക്കാരായ, ഈ രാജ്യത്തെ ഏറ്റവും നിഷ്കളങ്കരായ, ഏറ്റവും യാതൊരു തരത്തിലുള്ള മറ്റ് ഒരു ആർക്കും ഉപദ്രവം ഒന്നും ചെയ്യാത്ത ഈ രാജ്യത്തെ പൗരന്മാരെയാണ്
പാകിസ്ഥാനിലെ തീവ്രവാദികൾ പഹൽഗാമിലെത്തി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മറുപടി പാകിസ്ഥാൻ അർഹിക്കുന്നുണ്ട്. അത് ഇന്ത്യ ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കൊലപാതകത്തിന്, പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ആൾക്കാർ ആരായാലും അവരെ കണ്ടെത്തും. അതിൻ്റെ ബുദ്ധി കേന്ദ്രമായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തിൻ്റെ എവിടെ പോയി ഒളിച്ചാലും അവരെ കണ്ടെത്തി അവർക്കുള്ള ശിക്ഷ നൽകും എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ആക്രമണം. ഇപ്പോൾ ആ രാജ്യത്താകെ, പാകിസ്ഥാനിലാകെ തന്നെ ജനങ്ങൾക്കിടയിൽ അവിടുത്തെ സൈനിക ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം ഉയർന്നു വരാൻ ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ സിവിലിയന്മാരെയോ മറ്റും വലിയ തോതിൽ ഈ ഡ്രോൺ ആക്രമണങ്ങൾ ബാധിക്കുന്നില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളായാലും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലായാലും ഇത്തരത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ച് അത് തകർക്കാൻ, അവിടെ സ്ഫോടനം നടത്താൻ ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യ അഴിച്ചുവിടുന്നു, ഇന്ത്യ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊരു ചോദ്യം ഉയർന്നു വരികയും അവിടുത്തെ പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അവിടുത്തെ ജനങ്ങളിൽ തന്നെ ഉയർന്നു വരും. അത് തന്നെയാണ് ഇന്ത്യ. അത് ഏറ്റവും പ്രധാനമാണ് ഷമി. ഇപ്പോൾ നോക്കൂ, ഒരു യുദ്ധസമാനമായ സാഹചര്യമോ ആക്രമണോത്സുകമായ അന്തരീക്ഷമോ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഷമി ആവർത്തിച്ചു പറഞ്ഞതുപോലെ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഒരു കൂട്ടം നിഷ്കളങ്കരായ മനുഷ്യർക്ക് നേരെ പാകിസ്ഥാന്റെ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ ഞങ്ങളും ഭീകരതയുടെ ഇരയാണ് എന്നുള്ള ഇരവാദം ഉന്നയിക്കുന്ന പാകിസ്ഥാൻ സംവിധാനങ്ങൾ. പക്ഷേ പിന്നീട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകുമ്പോൾ ആ ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാന്റെ സൈന്യം, അവരെ രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാന്റെ ഭരണകൂടം, അതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് വീണ്ടും ഷെല്ലാക്രമണം നടത്തുന്ന പാകിസ്ഥാൻ. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ വെറുതെ ഇരിക്കില്ല, തിരിച്ചടി ഉണ്ടാകും. പക്ഷേ ഇതൊക്കെയും ഭീകരവാദത്തിനെതിരാണ് എന്നുള്ള വ്യക്തമായ മെസ്സേജ് കൊടുക്കാൻ ആദ്യഘട്ടം മുതൽ ഇപ്പോഴും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമല്ലേ? അന്താരാഷ്ട്ര പിന്തുണയടക്കം ഇന്ത്യക്ക് കിട്ടുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ആ വികാരത്തിലേക്ക് പാകിസ്ഥാൻ ജനത കൂടി എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്, അല്ലേ ഷമി? തീർച്ചയായും ഇന്ത്യയുടെ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇക്കാര്യത്തിലുണ്ട്. അവിടുത്തെ സാധാരണ ജനങ്ങളെ ഇന്ത്യ വിരോധം പറഞ്ഞ് കഴിഞ്ഞ 1947 മുതൽ ഇക്കാലമത്രയും ആ രാജ്യം ഭരിച്ചിരുന്ന, പാകിസ്ഥാൻ ഭരിച്ചിരുന്ന സൈനിക ഭരണകൂടമായാലും രാഷ്ട്രീയ ഭരണകൂടമായാലും അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത്, പാകിസ്ഥാന്റെ നേതൃത്വത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. ആ ഇന്ത്യ വിരുദ്ധത അവിടുത്തെ ജനങ്ങളിലേക്ക് പകരുക, അതിനുവേണ്ടി കുറേ ഭീകര സംഘടനകളെ പോറ്റി വളർത്തുക, ലഷ്കർ ഇ തൊയ്ബയായാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളെ പോറ്റി വളർത്തി ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക, കാശ്മീരിൽ അരാജകത്വവാദം അതുപോലെ തന്നെ വിഘടനവാദം ഒക്കെ സംഘടിപ്പിക്കുക. അങ്ങനെ നിലനിന്നു പോകുന്ന അസിത, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അവിടുത്തെ പാകിസ്ഥാനിലെ ലോകത്തിലെ ഏറ്റവും കറപ്റ്റായ ഒരു ഭരണകൂടമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇത്രയോ കോടി രൂപ അവർ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. ആ രാജ്യത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്ന്, വൈദ്യുതി ഇല്ലാതെ, ഭക്ഷണമില്ലാതെ, ഒരു നേരം ജീവിക്കാൻ സാഹചര്യമില്ലാതെ ഉള്ള മനുഷ്യർ, ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഭക്ഷണമില്ല, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, റോഡില്ല, വീടില്ല. അങ്ങനെ കിടക്കുന്ന ഒരു രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരുദ്ധത മാത്രമാണ് അവരുടെ കൈമുതൽ. അത് വെച്ചുകൊണ്ട് ആ ജനങ്ങളിലേക്ക് ഇന്ത്യ വിരുദ്ധത കുത്തി നിറച്ച് ഇവരുടെയൊക്കെ പോക്കറ്റ് വീർപ്പിക്കുക. പാകിസ്ഥാനിലെ ഭരണാധികാരികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും എല്ലാ കാലവും ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തീവ്രവാദത്തിൻ്റെയും സൈനിക നീക്കങ്ങളുടെയും ഭാഗമായിട്ട് സ്വന്തം പോക്കറ്റുകളിൽ എത്തിക്കുക. എന്നിട്ട് അവരുടെ കുടുംബങ്ങൾ ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ വലിയ ആഡംബര സൗകര്യങ്ങളോടെ ജീവിക്കുക. പാകിസ്ഥാനിലെ പട്ടിണിക്കാരായ മനുഷ്യൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോവുക. ഇതാണ് ആ രാജ്യത്ത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന്, ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇവിടെ ഭീകരവാദം സൃഷ്ടിച്ച്, ഇവിടെ അരാജകത്വം സൃഷ്ടിച്ച്, ഇവിടുത്തെ ജനങ്ങളെ ഭീതിയിലാക്കി അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി അവിടെ ഉണ്ടാക്കിയിട്ടുള്ള അങ്കലാപ്പ് വളരെ വളരെ വലുതാണ്. തീർച്ചയായും ഷമി, അങ്കലാപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരേ സമയം വിവിധ നഗരങ്ങളിലാണ് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്നത്. 4 പാക് സൈനികർക്ക് പരിക്കേറ്റുവെന്ന് പാകിസ്ഥാൻ ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലാഹോറിലും കറാച്ചിയിലും റാവൽപിണ്ടിയിലും ഒക്കെ സ്ഫോടനം ഉണ്ടായതായും വിവരങ്ങളുണ്ട്. ഷമി പ്രഭാകർ വിവരങ്ങൾ നൽകിയത്.